മഹത്വം ഉണ്ടാകട്ടെ. പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കാൻ ഇടയാക്കുന്ന ദയക്കാട്ട് നന്ദിയോടെ സ്തോത്രം. ഈ ആഴ്ചയൊക്കെ ദൈവദാസന്മാര് പലരും യാത്രയിലും പോക്കുവരവും ഒക്കെയാണ്. എന്നാൽ അതിൻ്റെ ഇടയിലും ഇതുപോലെ മുടങ്ങാതെ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡി തുടരാനായിട്ട് കർത്താവ് ഇടയാക്കുന്ന വലിയ ദയക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാനും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ യാത്രയിലാണ്. എന്നാൽ എങ്ങനെ ആ ദിവസങ്ങളിൽ ആയിത്തീരുമെന്നൊന്നും അറിയത്തില്ല. ദയവ് ചെയ്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ആ സമയത്ത് സാധിച്ചില്ലെങ്കിൽ തന്നെ അബ്രഹാം പാസ്റ്റർ, ബിജോ പാസ്റ്റർ ഒക്കെ കാണും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ച ഭാഗം നമുക്കറിയാമല്ലോ. ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ, ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. ജോർജ് പാസ്റ്റർ പോയാൽ ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് ചോദിക്കുന്നതും കർത്താവ് അതിനെ തുടർന്ന് തൻ്റെ കാഴ്ചപ്പാട് അതിൽ പറയുന്നതും ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ള കാര്യം കർത്താവ് പറയുക, അതിന്റെ കാരണം എന്താണെന്ന് കർത്താവ് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ഇന്നലെ ചിന്തിക്കാനിടയായി തീർന്നത്. വളരെ വിവാഹത്തെ സംബന്ധിച്ച്, വളരെ കുടുംബജീവിതത്തെ ഒക്കെ സംബന്ധിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത് എന്ന് നമുക്കറിയാമല്ലോ. എന്ന് മാത്രമല്ല, വരം ലഭിച്ചവർ അല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. മനുഷ്യർ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുമുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയവരുണ്ട്, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് തന്നെ ഷണ്ണന്മാരായി ജനിച്ചവരുണ്ട്. ഈ 3 വെറൈറ്റി ഓഫ് ആൾക്കാരുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അന്നൊക്കെ രാജമന്ദിരങ്ങളിലും ഒക്കെ നമുക്കറിയാം, എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ എന്നൊക്കെ വായിക്കുന്ന പോലെ മനുഷ്യർ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുണ്ട്. അതുപോലെ സ്വർഗരാജ്യ നിമിത്തം, ദൈവനാമ നിമിത്തം തങ്ങളെ തന്നെ ആ നിലയിലുള്ള ബന്ധങ്ങളും ആ നിലയിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്ന് ദൈവസന്നിധിയിൽ തീരുമാനിച്ചവര് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അവിടെ വായിക്കാനായിട്ട് കഴിഞ്ഞത്. ഇവിടെ നമ്മൾ ഇന്ന് കാണുന്ന ഭാഗം 13-ാം അധ്യായം മുതൽ 13-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെയുള്ള ഭാഗത്ത് അവർ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. യേശുവോ, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞ കാര്യമാണ് നമുക്ക് കാണാൻ കഴിയും. ശിശുക്കളെ സംബന്ധിച്ച് ഉള്ള കാര്യത്തിൽ ദൈവവചനത്തിൽ ഒത്തിരി അവ്യക്തതകളുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കാരണം ശിശുക്കള് ഒരു വിശ്വാസികളുടെ മകനായിട്ടൊരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താകും, അവന്റെ രക്ഷ എന്താകും, അവൻ ചെറുപ്പത്തിലെ രക്ഷിക്കപ്പെടാൻ വേണ്ടി എന്തോ ചെയ്യണം, അതുപോലെ ഇതുപോലുള്ള പല സാക്രമെന്റ്സിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരും അതിനെ അഡ്വക്കേറ്റ് ചെയ്യുന്നവരും അത് വേണ്ട എന്ന് പറയുന്നവരും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിലെ തന്നെ വലിയൊരു പ്രശസ്തനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം കുറെ വർഷങ്ങൾ മുന്നേ ഞങ്ങൾ അയൽവാസികളായിട്ട് താമസിച്ചവരായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. 2ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുമ്പോ തന്നെ ആ കുഞ്ഞ് ഗർഭത്തിൽ വെച്ച് തന്നെ മരിച്ചു പോകാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ ആ കുഞ്ഞിനെ പ്രസവിപ്പിച്ചിട്ട് ആ കൊച്ചിന് പേരിട്ട് മാമോദീസ കൊടുത്തിട്ടാണ് ആ കുഞ്ഞിനെ, ആ മരിച്ച കുഞ്ഞിനെ, ഗർഭത്തിൽ വെച്ച് തന്നെ മരിച്ച കുഞ്ഞിനെ അടക്കിയത് എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം അന്നാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാകും. കാരണം ആ കുഞ്ഞിന് പേരിടാതെ, മാമോദീസ കൊടുക്കാതെ ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയല്ല, അതിന്റെ ആ കുഞ്ഞിന്റെ നിത്യത എന്താകും എന്നുള്ള ഒരു ഭാരത്തിലാണ് ആ കാര്യങ്ങൾ ചെയ്തത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും, ചിന്തിക്കാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ കാണുന്നത് ശിഷ്യന്മാരവരെ വിലക്കി എന്നുള്ളത്. ഈ ഭാഗം നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഒക്കെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ. അപ്പം ശിഷ്യന്മാരവരെ വിലക്കി എന്ന് അവിടെ വായിക്കുക. അപ്പൊ എന്തിനാണ് ഈ തിരക്കേറിയ ഈ സമയത്ത് ഈ ശിശുക്കളെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനോ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനോ ഇവിടെ വലിയ പ്രമാണികൾക്കും പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് പിള്ളാരെയും വിളിച്ചോണ്ട് വരുന്നത് എന്നുള്ള ഒരു നിലയിൽ ആയിരിക്കാം ഒരുപക്ഷെ ശിഷ്യന്മാരവരെ വിലക്കിയത് എന്ന് ഞാൻ ചിന്തിക്കുക. ശിഷ്യന്മാരവരെ വിലക്കി എന്ന് നമ്മൾ ഇവിടെ കാണും. എന്നാൽ യേശുവോ, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ച് പിന്നെ അവിടെ നിന്ന് യാത്രയായി എന്ന് നമ്മൾ കാണുന്നു. അപ്പം ഈ കാര്യത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു വ്യക്തിയുടെ പ്രത്യേകിച്ച് സുവിശേഷം കേൾക്കുകയോ തീരുമാനം എടുക്കുകയോ ഒക്കെ ചെയ്യാതെ തന്നെ കുഞ്ഞുങ്ങളെ
ആ നിലയിലൊക്കെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് കഴിയും. അതിന് പകരമായിട്ട് മറ്റുള്ളവർ തീരുമാനിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന തത്വശാസ്ത്രങ്ങള് നമുക്കറിയാമല്ലോ. ആദിമ നൂറ്റാണ്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വാദിക്കുന്ന ഒത്തിരി പേരുണ്ട്. കുടുംബമായി സ്നാനപ്പെട്ടു, കുടുംബമായി അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അത് കുടുംബമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥമെന്ന് വാദിക്കുന്നവരുണ്ട്. ഈ പറയുന്ന ദൈവവചന ഭാഗം എല്ലാം എടുത്തൊന്ന് ചിന്തിക്കുമ്പം നമുക്ക് മനസ്സിലാകും, കാരാഗൃഹ പ്രമാണിയോടും വീട്ടിലുള്ളവരോടും സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം പറഞ്ഞ് ആ കേട്ടവര് സ്നാനപ്പെട്ടു എന്നാ പറയുന്നത്. അല്ലാതെ അത് കേൾക്കാൻ കഴിയാത്തതോ തിരിച്ചറിയാൻ കഴിയാത്തതോ ആയിട്ടുള്ള ആ കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ടു എന്നുള്ള അർത്ഥം അവിടെ ഇല്ല. കൊർന്നല്യോസിന്റെ വീട്ടിലുള്ളപ്പോഴും വചനം കേട്ട് കൈക്കൊണ്ടവരാ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്നിട്ടാ പറയുന്നത് ഇവർക്ക് വെള്ളം വിലക്കുവാനായിട്ട് ആർക്ക് കഴിയുമെന്ന് അവിടെ കാണുമ്പം തന്നെ ആ പരിശുദ്ധാത്മാവ് വന്ന് ആ വ്യക്തികളെയാണ് സ്നാനപ്പെടുത്തിയത് എന്നുള്ളത് അവിടെ വളരെ വ്യക്തമാണ്. ദൈവവചനം അറിയിക്കുകയും ദൈവവചനത്തിൽ വിശ്വാസം മൂലം അതിന്റെ റെസ്പോൺസ് അറിയിക്കുകയും ചെയ്ത വ്യക്തികൾക്കാണ് ഇത് പ്രതികരിക്കാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായി ഇത്തരം ഭാഗങ്ങളിൽ നിന്നെല്ലാം. പിന്നെ അത് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു ഒരു പുകമറ ഇട്ടിട്ട് അതിന്റെ മറയിൽ കൂടെ കൊണ്ടുപോയി ഇതൊക്കെ സ്ഥാപിക്കാനായിട്ട് പറ്റും, തൽക്കാലം ഒന്ന് ആശ്വസിക്കാനായിട്ട്. എന്നാൽ അതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഗ്രേസ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ? കർത്താവ് ഇവിടെ അവരുടെ മേൽ കൈവച്ചു, അവരെ അനുഗ്രഹിച്ചു എന്നുള്ളത് നമുക്ക് കാണാം. അവരുടെ മേൽ കൈവച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നിശ്ചയമായിട്ടും അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ കുഞ്ഞുങ്ങൾ ഭാവിയിൽ ദൈവത്തെ അറിയാനും ദൈവ വഴികളിൽ നടക്കാനും ഒക്കെ ഇടയായി തീരാൻ തക്കവണ്ണം ആ പ്രാർത്ഥന മുതിർന്നവരുടെ, മാതാപിതാക്കളുടെ, അവരുടെ അഭ്യുദയകാംക്ഷികളുടെ, പ്രത്യേകിച്ച് ഇവിടെ ആരിൽ വിശ്വസിക്കണോ അതേ കർത്താവ് തന്നെ അവരുടെ മേൽ കൈവെക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതേസമയം തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഈ ഈ ക്രിസ്തീയ ലോകത്ത് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ തലതൊട്ടപ്പന്മാരായിട്ട് ഇരുന്ന വ്യക്തികൾ തന്നെ അവര് ദൈവകൃപയിലേക്ക് വരാനൊന്നും ഇടയായിട്ട് തീർന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന പല കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ രക്ഷയിലേക്ക് ഒരു വ്യക്തി നടക്കണമെങ്കിൽ നമുക്കറിയാം, ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ റിഫോമേഴ്സും ഒക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിലേക്ക് വരും. നമുക്കൊരിക്കലും റിഫോമേഴ്സ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള പ്രവർത്തനത്തെ തള്ളി പറയാനായിട്ട് ഒരു ക്രിസ്ത്യാനിക്കും കഴിയത്തില്ല. കാരണം ദൈവവചനത്തിലും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആർക്കും ആ റിഫോമേഴ്സ് ആയിട്ടുള്ള ദൈവദാസന്മാര് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും, മാർട്ടിൻ ലൂതർ, അതുപോലെ ജോൺ കാൽവിൻ, അതുപോലെ തുടർന്നുള്ള അനേക ദൈവഭക്തന്മാർ ചെയ്തിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളൊന്നും നിഷേധിക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല. ആ കാലയളവിൽ അത് വളരെ ആവശ്യമായിരുന്നു. കാരണം ദൈവകൃപയല്ല, മനുഷ്യന്റെ പ്രവൃത്തിയാണ് ഒരു മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന ഡൊണേഷൻസ് അതുപോലൊക്കെയുള്ള കാര്യങ്ങളാണ് ദൈവകൃപയ്ക്ക് അടിസ്ഥാനമായിട്ട് തീരുക, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാനും ദൈവത്തെ അറിയാനും ഒക്കെ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് ഒരു ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള നിലയിൽ, ഒരു മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള നിലയിലാണ് സുവിശേഷമൊക്കെ അവതരിപ്പിക്കപ്പെട്ടിരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോലും. അത്തരം ഒരു ഇരുളിന്റെ പ്രതിസന്ധി ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഈ റിഫോമേഴ്സ് ഒക്കെ കടന്നു വരുന്നതും അവര് ദൈവവചനത്തിലേക്ക് ദൈവവചനത്താൽ മാത്രം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അതേസമയം തന്നെ നമുക്കറിയാമല്ലോ, ഈ റിഫോമേഴ്സ് പറഞ്ഞതെല്ലാം കംപ്ലീറ്റ് അനുസരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്ന്? അവര് ചില കാര്യങ്ങളിൽ നമുക്ക് വെളിച്ചം തന്നു, എന്നാൽ ചില കാര്യങ്ങളിൽ അവര് പാരമ്പര്യ സഭകൾ പറയുന്നത് തന്നെ അവര് പിന്തുടർന്നു എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. 4-ാം നൂറ്റാണ്ടിൽ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനായ മനുഷ്യൻ തന്നെ അദ്ദേഹം വളരെ ദൈവകൃപയുടെയും ഒക്കെ കാര്യങ്ങൾ അദ്ദേഹം അടിസ്ഥാനപരമായി പറഞ്ഞപ്പോൾ തന്നെ സാക്രിമെന്റോളജിയും അതുപോലൊക്കെയുള്ള കാര്യങ്ങൾക്കും അടിസ്ഥാനം ഇട്ടത് അദ്ദേഹം തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തണം, അത് പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ് എന്നുള്ള നിലയിൽ തന്നെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും അദ്ദേഹം തന്നെയാണ്. നമുക്കറിയാമല്ലോ, ഇന്നത്തെ റിഫോംഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അത് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അവർ പോലും അതിൽ സമ്മതിക്കുന്നില്ല. അപ്പൊ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, പല കാര്യങ്ങളും പല ദൈവിക സത്യങ്ങളിലേക്കും വെളിച്ചം തരാനായിട്ട് ദൈവം തന്റെ ഭക്തന്മാരെ ഉപയോഗിച്ചെങ്കിലും അവര് പറഞ്ഞ കാര്യങ്ങളും ശരിയാണോ എന്ന് പിന്നീട് പരിശോധിക്കപ്പെട്ടു. പല കാര്യങ്ങളിലും അവരോട് വ്യത്യസ്തമായ നിലപാട് പുലർത്തി. കർത്താവിന്റെ മേശയെ സംബന്ധിച്ച് മാർട്ടിൻ ലൂതർ പറഞ്ഞത് എന്താ, തുടർന്ന് വന്നിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് എന്താണ് എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ നമ്മളിന്ന് പലരും ആ ഒരു നിലയിൽ അതിന്റെ കഷ്ടാനുഭവയുടെ ഓർമ്മയ്ക്കായി
എന്നുള്ള ഒരു നിലയിലാണ് നമ്മളത് അനുഷ്ഠിക്കുന്നത്, ആചരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. അപ്പൊ തന്നെ നമുക്ക് വ്യക്തമാണല്ലോ, അവര് പറഞ്ഞ പല കാര്യങ്ങളിലും അത് വെളിച്ചം വീശുകയും അന്നത്തെ ദൈവസഭയ്ക്ക് അത് വളരെ ആവശ്യമുള്ള കാര്യങ്ങളായി തീർന്നെങ്കിൽ തന്നെ അവര് പറഞ്ഞത് മുഴുവനും 100% ശരിയാണെന്ന് പറഞ്ഞ് അതിനെ ഫോളോ ചെയ്യുന്ന ആരും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ എന്ന് നമുക്ക് പറയുകയും ആ സകലത്തിലും നന്മ ഉള്ളത് തിരഞ്ഞെടുത്തിട്ട് അതിനെ മുറുകെ പിടിക്കാനായിട്ടുള്ള അവകാശവും അതിനുള്ള ദൈവകൃപയും ദൈവം നമുക്ക് നൽകണം. അത്രമാത്രമേ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ. അല്ലാതെ നമ്മളേതെങ്കിലും റിഫോമേഴ്സ് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ എതിരോ അല്ലെങ്കിൽ അവരെ മൊത്തം ശപിക്കുകയോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നോ ഒന്നും പറയുകയല്ല. നിശ്ചയമായിട്ട് പ്രവൃത്തികളാലുള്ള രക്ഷ എന്നുള്ള ഒരു നിലയിൽ അഡ്വക്കേറ്റ് ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഈ രക്ഷയും ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ചയും ഒക്കെ ദൈവകൃപയിൽ അടിസ്ഥാനപ്പെട്ടതാണ് എന്ന് പറയേണ്ടത് ആവശ്യമായിരുന്നു. അത് അവർ പറഞ്ഞ കാര്യം ഇന്നും മാറ്റപ്പെട്ടിട്ടില്ല. എന്നാൽ അവർക്കും വെളിച്ചം നൽകപ്പെട്ടിട്ടില്ലാത്ത ചില രംഗങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിൽ തുടർന്ന് വന്നിട്ടുള്ള ദൈവഭക്തന്മാരും ദൈവദാസന്മാരും ആ കാര്യത്തിൽ കുറച്ചുകൂടെ വ്യക്തത വരുത്താനായിട്ട് ദൈവം അവരെ ഉപയോഗിച്ചു. ഇന്നും ആ കാര്യത്തിൽ ദൈവസഭ കൂടുതൽ കൂടുതൽ വെളിപ്പാടുകളിലേക്കും വെളിച്ചത്തിലേക്കും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് പണ്ടാരോ എന്തോ പറഞ്ഞെന്ന് വെച്ച് അവിടെ തന്നെ ആങ്കർ ഇട്ട് അവിടെ തന്നെ നങ്കൂര വിട്ട് അവിടെ തന്നെ കിടക്കുന്ന ഒരു അനുഭവത്തിലല്ല ദൈവസഭ ആയിരിക്കുന്നതെന്നും ഈ റെവലേഷൻസ് ഒക്കെ പ്രോഗ്രസീവ് ആണെന്ന് നമ്മൾ സാധാരണഗതി പറയുന്നത് പോലെ തന്നെ ആ നിലയിൽ അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആരും അതുകൊണ്ട് ഏതെങ്കിലും ഒരു വാക്യത്തെയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ ഒരു ആശയത്തെയോ മാത്രം വിഗ്രഹമാക്കി ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യവുമില്ല. അപ്പൊ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള വിഷയത്തിലും അവരെ ചിലർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. ചെറുപ്പത്തിലെ അവരെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തണം, എന്നാലേ അവർക്ക് ശരിയാവത്തുള്ളൂ, എന്നാലേ ക്രിസ്ത്യാനിയാകാൻ പറ്റത്തുള്ളൂ. എന്നാൽ നമുക്കിന്നറിയാം വിശ്വാസത്താലാണ് ഒരു വ്യക്തി ക്രിസ്ത്യാനിയാകുന്നതെന്നും വിശ്വാസത്തിൽ നിന്ന് അകന്നു നിന്നിട്ട് ഒരു വ്യക്തിക്കും അതാകാൻ കഴിയത്തില്ല എന്നും ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ അനുഷ്ഠിച്ചത് കൊണ്ടൊന്നും അങ്ങനെ സംഭവിക്കുന്നില്ല എന്നും യഥാർത്ഥ ദൈവകൃപ ഒരു വ്യക്തിയിലേക്ക് വരുന്നത് അവൻ വിശ്വാസത്താൽ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിക്കുകയും അവൻ പാപിയാണെന്ന് ദൈവസനെ സമ്മതിക്കുകയും ചെയ്യുന്നത് അവസരത്തിലാണ്. തുടർന്നുള്ള ഭാഗം അത് വ്യക്തമാക്കുന്ന ഭാഗങ്ങളാണ് എന്ന് നമുക്ക് കാണാം. അപ്പം ശിഷ്യന്മാരെ അവരെ വിലക്കി. യേശു ശിശുക്കളെ എന്റെ അടുക്കൽ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ആ വാക്കാ ഞാൻ കൂടുതൽ എന്നെ ഇന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു വാക്ക്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. അപ്പം ഇവർക്ക് ദൈവരാജ്യം ലഭിക്കാനായിട്ട് മറ്റുള്ള പല വ്യക്തികളോടും ദൈവരാജ്യത്തിൽ കടക്കുന്നതിനുള്ള ബന്ധത്തിൽ നിക്കോദിമോസിനോട്, താഴെ കാണുന്ന ചെറുപ്പക്കാരനോട്, പലരോടും പല കാര്യങ്ങളും കർത്താവ് പറഞ്ഞു. കർത്താവിന്റെ ശിഷ്യന്മാരായിരിക്കാനായിട്ട് കർത്താവിന്റെ പിന്നാലെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അവരോടും കർത്താവ് ചില കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പറയുന്നത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, അത് ഏത് വർഷമാ പാസ്റ്ററെ, അത് എത്ര വയസ്സിലാ, അത് തിരിച്ചറിവ് എങ്ങനെയാ ഉണ്ടാവുന്നത് എന്നൊക്കെ ചോദിക്കാനും ഈ ദൈവിക സത്യത്തെ ഇകഴ്ത്തി കാണിക്കാനുമായിട്ട് ശ്രമിക്കുന്ന പലരും ഉണ്ട്. അത് നമുക്കൊരു ദിവസമോ ദൈവമൊന്നും അല്ലെങ്കിൽ പ്രായമോ ഒന്നും അതിനുവേണ്ടി പറയാനായിട്ട് കഴിയത്തില്ല. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തിരിച്ചറിവും ആ തിരിച്ചറിവ് ഉള്ള ഒരു വ്യക്തിക്ക് നിശ്ചയമായിട്ടും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കാനും അതിന് പരിഹാരം യേശുക്രിസ്തു ആണെന്ന് വിശ്വസിക്കാനും ഉള്ള അവകാശവും സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ മരിച്ചാൽ എന്തായി തീരും? അവരെ ചില റിലീജിയസ് ആയിട്ടുള്ള ചില സെറമണീസ് ഒന്നും നടത്തിയിട്ടില്ലല്ലോ. നമുക്കറിയാം, നമ്മുടെ ഇടയിലാണെ പോലും മാമോദിസ ഇല്ലെങ്കിലും സമർപ്പണ പ്രാർത്ഥനയുണ്ട്, സമർപ്പിക്കാൻ കൊണ്ടുപോകും. ഞാൻ പ്രത്യേകിച്ച് എന്റെ കുഞ്ഞുങ്ങളെ 4 പേരെ എങ്ങും സമർപ്പിക്കാനൊന്നും കൊണ്ടുപോയില്ല. ഞാനും എന്റെ ഭാര്യയും കൂടെ തന്നെ കുഞ്ഞുങ്ങളെ അങ്ങ് സമർപ്പിച്ചു ദൈവത്തിന് വേണ്ടി, ദൈവനാമത്വത്തിന് വേണ്ടി. കാരണം അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു, അങ്ങനെ ചെയ്തു. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷൻ ആക്കി അത് വെക്കാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. അത് അങ്ങനെ ഒരു കാര്യത്തോട് എനിക്ക് അനുകൂലവും ഇല്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം നോക്കി, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവർ, ഈ കുഞ്ഞുങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന് മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ആര് വലിയവൻ എന്നുള്ള തർക്കത്തിന്റെ സ്ഥലത്തും മറ്റു പല ഭാഗങ്ങളിലും കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ ഒരിക്കലും കടക്കത്തില്ല എന്ന് പറഞ്ഞ വാക്കുകൾ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മള് ഈ ശിശുക്കളെ കുറിച്ച് ഭാരപ്പെട്ടിട്ട് ആ കുഞ്ഞ് വയറ്റി വെച്ച് മരിച്ച കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിനെ മാമോദിസാമൊക്കെ പേര് വിട്ട് കൊണ്ടുപോകേണ്ട ഒരാവശ്യവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നമ്മുടെ ഈ നിലയിലുള്ള ചിന്താഗതികൾ കൂടിക്കൂടി വരുമ്പോൾ ആ കർമ്മമാർഗത്തിൽ അതിനെയൊക്കെ സേഫ് ആക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം
ഇങ്ങനെയുള്ളവരുടേതല്ലോ. അവരെ പ്രത്യേകിച്ച് എന്തെങ്കിലും അവർ ചെയ്യണമെന്നോ എന്തെങ്കിലും നിലയിൽ ആക്കി തീർക്കണമെന്നോ ഒക്കെ പറയുന്നു. ചിലര് പറയാറുണ്ട് 8-ാം ദിവസം യഹൂദന്മാരുടെ ഇതിലൊക്കെ ഉള്ളവരെ പരിച്ഛേദന കഴിപ്പിച്ചിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കഴിപ്പിക്കുന്നത് എന്നൊക്കെ ആർഗ്യൂ ചെയ്യുന്നവരുണ്ട്. പരിച്ഛേദന ഇത് നമ്മൾ സാധാരണ പറയാ വേറെ. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. പരിച്ഛേദന എന്ന് പറയുന്നത് അത് ഒരു ഒബ്ലിഗേഷൻ ആയിരുന്നു. യഹൂദൻ അവൻ ആത്മീയമായിട്ട് വീണ്ടും ജനിക്കുന്നതിന്റെ അല്ല, അബ്രഹാമിന്റെ സന്തതിയാണെന്ന് യഹൂദന്റെ നാഷണാലിറ്റിയെ സംബന്ധിച്ച് യഹൂദൻ ആണ് അവനെന്ന് സ്ഥാപിക്കാനും ജഡപ്രകാരമുള്ള ഒരു 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 കാര്യത്തിന്റെ തെളിവായിട്ടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അന്നല്ലാതെ വേറെ ഒരു കാര്യവുമല്ല. അങ്ങനെ ചെയ്യുന്ന പല സമൂഹങ്ങളും ഉണ്ട്, യഹൂദന്മാർ മാത്രമല്ല. അവരുടെ ചില ആചാരാനുഷ്ഠാനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന പല സമൂഹങ്ങളും ഇന്ന് ലോകത്തിൽ നിലവിലുണ്ട്, അന്നും ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റതിനെയും ഒരു വ്യക്തി പാപിയാണെന്ന് തിരിച്ചറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതിനെയും ഒരുമിച്ച് അതിനെ ഇക്വേറ്റ് ചെയ്യാനായിട്ട് എല്ലാ തലങ്ങളിലും കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ ഹൃദയപരിച്ഛേദന കൈകൊണ്ടല്ലാത്ത ഹൃദയപരിച്ഛേദനയും ലഭിച്ചു എന്ന നിലയിൽ കൊളോസ്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് സ്നാനം പരിച്ഛേദനയ്ക്ക് ഇക്വലന്റ് ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. സ്നാനം വേറെ, ഇത് ആത്മീയമായിട്ട് വീണ്ടും ജനിച്ച് ആത്മീയമായിട്ട് തിരിച്ചറിവിൽ ഒരു വ്യക്തി പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് അവനെ ദൈവം ഇനി ശിക്ഷിക്കയില്ല എന്നുള്ള ഉറപ്പിലേക്ക് വന്ന് അവന് നിത്യജീവൻ ഉണ്ടെന്നുള്ള ഉറപ്പിലേക്ക് വരുന്നതിന്റെ ഫലമായിട്ട് അവൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് അവൻ വിശ്വസിക്കുകയും വിശ്വാസത്തിന്റെ പ്രതിഫലനമായിട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമാണിത് എന്ന് നമുക്കറിയാം. പലപ്പോഴും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രവർത്തികളാലുള്ള രക്ഷ എന്ന് പറഞ്ഞ് അതിനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു 15-ാം നൂറ്റാണ്ട് ആ സമയങ്ങളിലൊക്കെ അന്ധകാര യുഗത്തിലൂടെ സഭ കടന്നുപോയ സ്ഥാനത്ത് ഇതെല്ലാം ദൈവകൃപയാലാണ് എന്ന് സ്ഥാപിക്കേണ്ടതിന്റെയും ആവശ്യം റിഫോമേഴ്സിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഇതെല്ലാം ദൈവകൃപയാലാണ്. അതേസമയം തന്നെ അവിടെ ഒരു ചില ഒരു പ്രശ്നം പറ്റിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ അനുസരണമായിട്ടുള്ള ചില പ്രവർത്തികളുണ്ട്. അതിനെയും കൂടി ഇവർ എടുത്തു കളഞ്ഞു. അതായത് പറയാം, A.W. ടോസർ എന്ന് പറയുന്ന ദൈവദാസൻ അതിനെപ്പറ്റി വിശദമായിട്ട് തന്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രവർത്തിയാലല്ല രക്ഷ, എന്നാൽ വിശ്വാസത്തിന് അനുസരണമായിട്ടുള്ള ചില പ്രവർത്തികളുണ്ട്. അപ്പൊ വിശ്വാസത്തിന് അനുസരണമായിട്ടുള്ള ഈ പ്രവർത്തികൾ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് വിശ്വാസത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു നിലയിലായി തീരുക. നമ്മൾ പറയുന്ന ഈ സ്നാനവും മറ്റ് കർത്തൃമേശയും പല കാര്യങ്ങളാണെങ്കിൽ പോലും അത് വിശ്വാസത്തിന്റെ ഒരു എക്സ്പ്രഷൻ എന്നുള്ള നിലയ്ക്കാണ് നമുക്കതിനെ ന്യായീകരിക്കാനായിട്ട് കഴിയുന്നത്. അല്ലാതെ ചില പ്രവൃത്തിയിലൂടെയുള്ള ഒരു രക്ഷയെന്ന് അല്ലെങ്കിൽ സ്നാനത്തിലൂടെ ഒരു രക്ഷ എന്ന് ദൈവത്തിന്റെ വചനം ഒരിക്കലും പറയുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ ആട്ടെ, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട, അല്ലെങ്കിൽ മരിച്ചുപോയി എന്റെ കുഞ്ഞ് മരിക്കുന്നതിന് മുന്നേ എനിക്ക് അതിനെക്കുറിച്ച് ആ കുഞ്ഞിനെ ഒരു ക്രിസ്ത്യാനിയാക്കാൻ പറ്റിയില്ലല്ലോ, എന്റെ കുഞ്ഞിനി എവിടെ ചെല്ലും എന്നൊക്കെ ഭാരപ്പെടുന്നവരെ സംബന്ധിച്ച് വളരെ ഉറപ്പോടുകൂടെ പറയാം, കർത്താവ് ദേ പറഞ്ഞേക്കുന്നു, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ഞാനൊരിക്കൽ ഒരു സ്വപ്നം പോലെ ഇതൊന്നും നമ്മുടെ വചനത്തിന് ആധാരമായിട്ട് പറയുകയല്ല. ഞാനിങ്ങനെ സ്വർഗത്തിൽ ചെന്നതായിട്ട് ഒരു സ്വപ്നം പണ്ട് കാലത്ത് ഒരു കണ്ടു കഴിഞ്ഞപ്പോ അവിടെ കൂടുതലും കുഞ്ഞുങ്ങളാ അവിടെ കിടന്ന് ഇതാക്കുന്നതെന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു സ്വപ്നം മാത്രമല്ല, അത് ആധികാരികമോ ഇതുമായിട്ടുള്ള ഒരു കാര്യമല്ല, എന്നാൽ അവിടെ നിറച്ച് കുഞ്ഞുങ്ങളായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ നമ്മള് സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരേതാണെന്ന് കർത്താവ് വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. അതാണ് ഞാൻ ഒന്നാമത് അവിടുന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. എന്നാൽ തിരിച്ചറിവിലേക്കും പാപിയാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വന്ന ഒരു വ്യക്തി നിശ്ചയമായും അവന്റെ ഇച്ഛാശക്തിയിൽ തന്നെ, അവന് ദൈവം നൽകിയ ആ ഫ്രീഡത്തിൽ തന്നെ അവൻ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുകയും അവൻ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും വേണം. അങ്ങനെ അല്ലാത്ത ഒരു സാക്രമെന്റും ഒരു പ്രവൃത്തിയും അവനെ ക്രിസ്ത്യാനിയായിട്ട് ക്വാളിഫൈ ചെയ്യുന്നതല്ല എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കും. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്തത് നമ്മൾ കാണുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതും 3 സുവിശേഷങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കർത്താവ് കടന്നു ചെല്ലുമ്പോൾ നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഓരോ വ്യക്തികൾ കർത്താവിന്റെ അടുത്ത് വരുമ്പോൾ ഓരോ റെസ്പോൺസാ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് നമുക്ക് കാണാം. നിക്കോദെമോസ് വന്നു, സ്വർഗരാജ്യത്തിൽ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നതാണ്, അങ്ങനെ അല്ല എങ്കിൽ ഈ അത്ഭുത പ്രവൃത്തികൾ അടയാളങ്ങളെ പ്രവർത്തിക്കാൻ ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവിന് ഒരു
ഒരു എന്താ പറയുന്നത്, ഒരു കോംപ്ലിമെന്റ്, അല്ലെങ്കിൽ ഒരു കർത്താവിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആഗമനം. എന്നാൽ കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞത്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം നീ കാണുകയില്ല എന്നുള്ള നിലയിലാണ് കർത്താവ് അദ്ദേഹത്തോട് പ്രതികരിക്കുന്നത് കാണുന്നത്. അതായത് ഇവിടെ ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുന്നത് തന്നെ, നിത്യജീവനെ പ്രാപിക്കാനായിട്ട്, നല്ല ഗുരു നിത്യജീവനെ പ്രാപിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് വർഷങ്ങൾക്ക് മുന്നേ എന്റെ ഒരു സ്നേഹിതൻ ഒരു മുസ്ലിം സ്നേഹിതനുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പം അദ്ദേഹം വന്ന് അങ്ങനെ ഞങ്ങളുടെ റൂമിൽ വന്നു, ഒരുമിച്ച് എന്നോട് പറഞ്ഞ്, ഇദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നു, ഇദ്ദേഹത്തിന് ജയദീപിന് ഉത്തരം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞ്, നല്ല ഗുരു എന്ന് ഇവിടെ വിളിച്ചേക്കുന്നു, നമുക്കറിയാം. അനന്തരം നല്ല ഗുരു എന്ന് വിളിച്ചിരിക്കുന്നു എന്ന ലൂക്കോസിലോ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം, എനിക്ക് തോന്നുന്നത് ലൂക്കോസിന്റെ സുവിശേഷം ലൂക്കോസ് 18:18, മർക്കോസ് 10:17 മുതൽ അവിടെ നമുക്ക് കാണാൻ കഴിയും, ദൈവം അല്ലാതെ നല്ലവൻ വേറെ ആരുമില്ല എന്ന് അവിടെ പറയുക. അപ്പം അദ്ദേഹം അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചതാണ്, ദൈവം മാത്രമേ നല്ലവനുള്ളൂ, ഞാൻ ദൈവം അല്ല എന്ന ക്രിസ്തു ഇവിടെ പറയുന്നത്, കണ്ടില്ലേ, എന്നിട്ട് നിങ്ങളെ ഒന്നും കണ്ണു തുറന്നില്ലല്ലോ എന്നും പറഞ്ഞ് ചോദിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പൊ ഞാനും നോക്കിയപ്പോൾ ശരിയാണല്ലോ. എന്നാൽ താഴത്തോട്ട് വായിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗുട്ടൻസ് മനസ്സിലാവുന്നത്, അതിന്റെ രഹസ്യം മനസ്സിലാവുന്നത്. നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടത് എന്ത് ചെയ്യണം? എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരും ഇല്ല എന്ന് കർത്താവ് പ്രതികരിക്കുന്നു. അല്ലോ, കർത്താവ് ദേണ്ട പറഞ്ഞേക്കുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. അതുകൊണ്ട് അപ്പൊ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, അദ്ദേഹം ഇപ്പൊ ഈസാ നബിയെ പറ്റി പിന്നെ കുറവ് പറയാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാൻ ചോദിച്ചു, അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഈ യേശു നല്ലവനല്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ അല്ല, നിങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം അങ്ങനല്ലേ, യേശു നല്ലവനല്ല, ദൈവം മാത്രമേ ഉള്ളൂ എന്നല്ലേ പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതനുസരിച്ച് യേശു ഒരു മോശപ്പെട്ട വ്യക്തി ആയിരുന്നു എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പം ആ ഒരു ചോദ്യത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന് അത് ഈസാ നബിയെ പറ്റി മോശം പറയാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹത്തിന് അതും പറയാൻ വയ്യാത്ത ഒരു നിലയിലായിത്തീർന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ പറഞ്ഞേക്കുന്നത് താൻ നല്ലവനല്ല എന്നല്ല, നീ എന്നെ ഗുരു എന്ന് വിളിക്കുക, നല്ല ഗുരു എന്ന് വിളിക്കുക. എന്നാൽ അവനോട് പറയാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം, മോനെ, ഞാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ വന്ന ഒരു ഗുരുവും പ്രവാചകനും അല്ല, മറിച്ച് യഥാർത്ഥത്തിൽ നിക്കോദിമസിനോട് പറഞ്ഞതുപോലെ നിത്യജീവൻ നൽകാൻ കഴിയും വണ്ണം നിങ്ങളെ രക്ഷിക്കാനായിട്ട് കടന്നു വന്ന മശിഹയാണ് ഞാൻ. തന്റെ ദൈവത്വമാണ് കർത്താവ് അതിലൂടെ സ്ഥാപിക്കുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട്. അല്ലാതെ താൻ ദൈവമല്ല എന്നല്ല, തന്റെ ദൈവത്വമാണ് ക്രിസ്തു അവിടെ തെളിയിക്കുന്നത് എന്നുള്ളത് ആ ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമാണ്. അതുകൊണ്ട് നല്ല ഗുരു നിത്യജീവനെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ദൈവം ഒരുവനല്ലാതെ നല്ലവനില്ല, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത് എന്ന് ചോദിച്ചപ്പം കുറെ ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ലാത്ത കുറെ പ്രിൻസിപ്പിൾസ് പഠിപ്പിക്കാൻ വന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള അർത്ഥത്തിലല്ല കർത്താവ് അവിടെ അത് പറയുന്നത്. മറിച്ച് നീ എന്നെ ഗുരു എന്ന് വിളിക്കുന്നു, എന്നാൽ നീ എന്നെ യഥാർത്ഥത്തിൽ സംബോധന ചെയ്യുന്നത് തോമസ് വിളിച്ചതുപോലെ തന്നെ എന്റെ ദൈവവും എന്റെ ഉടയവനുമായുള്ളവേ എന്ന് വിളിച്ചതുപോലെ തന്നെ, എന്റെ ദൈവമായുള്ളവേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു തിരിച്ചറിവിലേക്കാണ് നീ വരേണ്ടത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് കർത്താവ്, ആ ഒരു തിരിച്ചറിവിലേക്ക് അദ്ദേഹം വരാനാണ് കർത്താവ് ഇതുപോലെ പ്രതികരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. മർക്കോസിന്റെ സുവിശേഷത്തിലും എനിക്ക് തോന്നുന്നു അതിന്റെ 10-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോഴും എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്ന് അവിടെ പറയുകയാണ്. അപ്പം നോക്കണമേ, വളരെ ഉത്സാഹത്തോടു കൂടെ ഈ നിലയിൽ ദൈവത്തെ അന്വേഷിക്കാനും ദൈവ വഴികൾ അറിയാനും നിത്യജീവൻ പ്രാപിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വ്യക്തി. അപ്പൊ നമുക്ക് ഈ വ്യക്തിയെ നമുക്ക് എടുത്തു കഴിയുമ്പോൾ തന്നെ അറിയാം, ഇത്രയും നന്മകൾ ചെയ്തിട്ടും അദ്ദേഹത്തിന് എന്താ ഇതിനെക്കുറിച്ച് ഒരു ഉറപ്പില്ലാത്തത്? അല്ലെ, പ്രമാണമൊക്കെ അനുസരിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താ ഉറപ്പില്ലാത്തത്? നമുക്കറിയാം, ന്യായപ്രമാണത്താൽ ഒരു തികവും പ്രാപിച്ചിട്ടില്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇന്നത്തെ പല ക്രിസ്ത്യാനികളും ഇതുപോലെ തന്നെയാ പാരമ്പര്യമായിട്ട് ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു. അവർ ചെറുപ്പം മുതലേ ചില മതകർമ്മങ്ങളിലൊക്കെ ഇതാവുന്നുണ്ട്. ചെറുപ്പം തന്നെ അപ്പനമ്മമാര് അവരെ പിടിച്ച് ക്രിസ്ത്യാനിയാക്കി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മതകർമ്മങ്ങളൊക്കെ ചെയ്തു. അതിനെ തുടർന്ന് അറിയപ്പെടുന്ന തിന്മകളൊന്നും ചെയ്യാതെ ഒരു മര്യാദ പാപിയായിട്ട് ഇങ്ങനെ ജീവിച്ചു വരികയാണ്.
ആ കൂട്ടത്തിൽ ബന്ധിക്കോസുകാർ പെടുമോ എന്ന് ചോദിച്ചാൽ ബന്ധിക്കോസുകാരും ആ കൂട്ടത്തിൽ പെടും. ഇന്ന് ലണ്ടനോ നമ്മുടെ ഇംഗ്ലണ്ടിലെ ഒരു നഗരത്തിൽ ബിഷപ്പായിരിക്കുന്ന വലിയൊരു ആളുണ്ട്. ബിഷപ്പായിരിക്കുന്ന, ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനാണ് അദ്ദേഹം. അദ്ദേഹം നമ്മുടെ ഈ കേരളത്തിലുള്ള ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലെ പാസ്റ്ററുടെ മോന. എന്നാൽ അദ്ദേഹം പെന്റക്കോസ്റ്റലിസം ഒക്കെ വിട്ട് ആംഗ്ലിക്കൻ അതിലേക്ക് കടന്നുപോയി അതിൽ നിന്ന് ബിഷപ്പായിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹവും പഠിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്റ്റുഡൻസിന്റെ ഓർഗനൈസേഷനിൽ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പലപ്പോഴും കാണുകയും സംസാരിക്കുകയും ഒരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്യേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ജയ്ദീപേ, സ്നാനപ്പെട്ടതിന് ശേഷം രക്ഷിക്കപ്പെട്ട ഒരുത്തനാ ഞാൻ. ആ ഞാൻ സ്നാനപ്പെടുകയൊക്കെ ചെയ്തു, അതിന്റെ ചട്ടപ്രകാരം ചെറിയ പ്രായത്തിൽ തന്നെ സ്നാനമൊക്കെ പെട്ടു. പിന്നെയാണ് യേശുവാണ് രക്ഷകരെന്നും ഈ കർത്താവിനെ അറിയേണ്ടതുപോലെ ഞാൻ അറിഞ്ഞതും അനുഭവിച്ചതും അതിന് ശേഷമാണ്. അതുകൊണ്ടുള്ള ഒരു പ്രതികരണമായിരിക്കാം അദ്ദേഹത്തിന് നമ്മുടെ ഈ പെന്തക്കോസ്ത് ഇത് വളരെ ഒരു അലർജി ആയിട്ട് അദ്ദേഹം പലപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം രക്ഷിക്കപ്പെടാത്ത എന്നെ പിടിച്ച് സ്നാനപ്പെടുത്തിയല്ലോ, അങ്ങനാണല്ലോ ഇതായത് എന്നുള്ള ഒരു നിലയിൽ അദ്ദേഹം അതിനോട് എപ്പോഴും ഒരു നെഗറ്റീവ് ഇത് പുലർത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ ചർച്ചിലൊക്കെ പോകാൻ എനിക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഒരു ഫസ്റ്റ് ഹാൻഡ് നോളജിൽ തന്നെ ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അവിടെ ഇംഗ്ലണ്ടിലെ ഏതോ ഒരു ഭാഗത്ത് അതിന്റെ ബിഷപ്പായിട്ട് അദ്ദേഹം ആയിരിക്കുന്നു എന്നുള്ളത് ആ ചർച്ചിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം, ഇങ്ങനെ ചെയ്യുന്നവരില്ലേ? രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടുത്തുകയും രക്ഷിക്കപ്പെടാതെ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ നമുക്ക് പലയിടത്തും ഇന്ന് കാണാൻ, നമ്മുടെ ക്ലബ് ഹൗസ് വേദികളിൽ തന്നെ നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ചെറുപ്പത്തിലെ ക്രിസ്ത്യാനികളായിട്ടും മര്യാദക്കാരായിട്ടും തിന്മകളൊന്നും ചെയ്യാതെ ഒക്കെ ജീവിക്കുന്ന ഞങ്ങളെ പിന്നെ രക്ഷിക്കപ്പെടുത്താൻ വരുന്നോടാ കള്ളന്മാരെ എന്നുള്ള നിലയിലാ ഇന്ന് പ്രതികരിക്കുന്നത്. കാരണം ഈ ഇത്ര അവര് പറയുമ്പോൾ ശരിയാ, നമ്മളൊക്കെ ചെയ്യുന്നതിനേക്കാളും ഒരു പടിയും കൂടെ നന്മകളൊക്കെ കൂടുതൽ ചെയ്യുന്നു എന്നവർക്ക് നല്ല ബോധമുള്ള ആൾക്കാരാ ഈ പറയുന്നത്. അവരുടെയൊക്കെ രോഷപ്രകടനം ഞാൻ കേട്ട് എന്റെ കർത്താവ്, അവർക്ക് ഈ കർത്താവിന്റെ രക്ഷ എന്താണെന്നുള്ളതും നന്മ പ്രവർത്തികൾ ചെയ്ത് മര്യാദപാപിയായിട്ട് ജീവിക്കുന്നതിന്റെ വ്യത്യാസം എന്താണെന്നും എന്റെ കർത്താവ് ഒന്ന് അറിയാനായിട്ട് ഇടയായി തീരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ അവരുടെ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ ആ ഫോട്ടോയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സത്യം പറയുക, ഞാൻ അത് പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. തീരെ ഇത് പറയുന്ന വ്യക്തിയുടെ ആ ഫോട്ടോയിൽ അങ്ങ് കൈവച്ചിട്ട് പ്രാർത്ഥിക്കുക, എന്റെ കർത്താവ് ഈ അവിടുത്തെ കൃപയും കരുണയും ഒക്കെ അറിയാനായിട്ട് ഈ വ്യക്തിക്ക് ഇടയായി തീരണമേ എന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലാതെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? അതുപോലെ ഒരു വ്യക്തി ഇവിടെ കടന്നു വന്നേക്കാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, എന്നാൽ ദൈവസന്നിധി പോകുമെന്നോ നിത്യതയെക്കുറിച്ചോ ഉറപ്പില്ലാത്ത ഒരു ക്രിസ്ത്യാനിയെ പോലെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. നിങ്ങളങ്ങ് സ്വർഗത്തിൽ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ യേശു കർത്താവിനെ വിശ്വാസത്താൽ അംഗീകരിക്കുകയും അനുഭവിക്കുകയും ചെയ്ത പല വ്യക്തികളുടെയും അവരുടെ ജീവിതത്തിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്, ഒന്നിനെക്കുറിച്ചും അവർക്ക് ഉറപ്പില്ലെങ്കിലും അവരുടെ നിത്യതയെക്കുറിച്ച് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളിവിടെ ഈ കമന്റ് യുദ്ധം ഒന്നും ആഗ്രഹിക്കുന്നില്ല. 5 പോയിന്റ് ബ്രദറെ, അവിടെ ഈ കേൾക്കുന്നതിന് കുഴപ്പമില്ല. കമന്റ് യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ റൂമിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? അതും താങ്കളോടുള്ള എതിർപ്പ് കൊണ്ടൊന്നും അല്ല, എനിക്ക് താങ്കളെ വലിയ സ്നേഹമാണ്, ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. കമന്റ് യുദ്ധം മാത്രം അനുവദിക്കുന്നില്ല. ഞാനും താങ്കൾ നടത്തുന്ന റൂമിലൊന്നും വന്ന് കമന്റ് യുദ്ധം നടത്താറില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് വിട്ടു പോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക കേട്ടോ. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, അതിൽ നമ്മൾ കേൾക്കുന്നുമുണ്ട്. അതേസമയം തന്നെ നമുക്ക് അതിന് അവസരം ലഭിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അതിനുള്ള റെസ്പോൺസ് നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഞാനും മാനിക്കുന്നു, എന്റെ സ്വാതന്ത്ര്യത്തെ നിങ്ങളും മാനിക്കണം. അല്ലാതെ വന്നിരുന്ന് വെറുതെ ആൾക്കാരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കമന്റ് യുദ്ധം നടത്തിയാൽ എത്ര സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിലും അത് റൂമിൽ നിന്ന് റിമൂവ് ചെയ്യുമെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കും. ഓക്കെ, നോക്കിയാട്ടെ. അത് ഈ പ്രസംഗിക്കുമ്പം ഇത് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, പ്രസംഗിക്കുന്നതിന് ഇടങ്കോലിടാൻ വേണ്ടി. അവര് പ്രസംഗിക്കരുത്, അവര് കാര്യങ്ങൾ പറയരുത്, അല്ലെങ്കിൽ അവര് പറയട്ടെ, പറഞ്ഞതിന് ശേഷം എനിക്ക് പറയാനുള്ളത് പറയാം, പ്രതികരിക്കാം, അല്ലെങ്കിൽ വേറെ റൂമിൽ എനിക്ക് അതിനോടുള്ള ഇത് പറയാം എന്ന് ഉള്ളൊരു സമാധാനമല്ല. ഈ ദൈവത്തിന്റെ സോവറിനിറ്റി വിശ്വസിക്കുന്നെന്ന് പറയുന്നവർക്ക് തീരെ ഇല്ലാത്ത ഒരു വിശ്വാസം, അവർക്ക് ദൈവത്തിന്റെ സോവറിനിറ്റി വിശ്വാസം ഇല്ല. അതാണ് കാര്യം. അതാണ് ഇതൊക്കെ അവരുടെ ഈ ഓവർ അഗ്രസീവ്നെസ് തെളിയിക്കുന്നത് അതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ വിടാനായിട്ട് ആഗ്രഹിക്കുക. നോക്കിയാട്ടെ, നല്ല ഗുരു എന്ന് അദ്ദേഹത്തെ വിളിക്കുകയും, എന്നാൽ ഈ കാര്യങ്ങളൊക്കെ കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിത്യജീവനെ കുറിച്ച് ഉറപ്പില്ലാത്ത ഒരു അനുഭവം ഇവിടെ കാണുകയാണ്.
ഇവിടെ കാണുക നോക്കിയാട്ടെ. ആ, ഈ ഡിസ്ട്രാക്ഷൻ വന്നു കഴിയുമ്പോൾ അവിടെ നമ്മുടെ ആ ലിങ്ക് അങ്ങ് പോകും. അതാണ് അതിന്റെ ഒരു പ്രധാന പ്രശ്നം. അവ നിത്യജീവനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഇത് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി വന്നിട്ട് ഭയങ്കര ഘോരമായിട്ട് ആർഗ്യൂ ചെയ്യാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞ ഈ പൗലോസ്ലീഹ പോലും പറയുന്നത്, ആ, ഞാൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ എന്ന ഒരു ഭാഗത്ത് പറഞ്ഞ അതേ വ്യക്തി വേറൊരു ഭാഗത്ത് പറയുകയാണ്, "ഓ, ഞാൻ പാപിയാണ്, കാരണം മോഹം എന്നുള്ള ഒരു കൽപ്പന എടുത്തിട്ട് ആ മോഹത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു വരികയാണ്." അപ്പോൾ അദ്ദേഹം പറയാം, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ എന്റെ ഈ ശരീരത്തിൽ, പാപത്തിന് അധീനമായ എന്റെ ശരീരത്തിൽ എന്നെ ആർ വിടുവിക്കും? അപ്പൊ അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അപ്പൊ പാപമുണ്ട്, പാപത്തിന്റെ നേച്ചർ എന്താണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റിയ നല്ലൊരു ടെക്സ്റ്റ് റോമൻസ് 7. എന്താണ് പാപം എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി പറയാൻ കഴിയുന്ന ഒരു കാര്യം, എങ്ങനെയായിരുന്നു ഇവര് ഈ ചെറുപ്പക്കാരൻ പറയുന്നത് പോലെ അവനോട് ചോദിക്കുമ്പം, കർത്താവ് ചോദിക്കുമ്പം പോലും സംശയലേശമില്ലാതെ, അല്പം പോലും ഇടർച്ചയില്ലാതെ അവൻ പറയുകയാണ്, പിന്നെ ഒരു അല്പം പോലും ഇടർച്ചയില്ലാതെ പറയുകയാണ്, ഞാൻ ഇതൊക്കെ പാലിക്കുന്നു. കർത്താവിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാനുള്ള കോൺഫിഡൻസ് അവൻ എവിടുന്നാ വന്നേ? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അത് വന്നത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസും അത് പറയുന്നു, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. എങ്ങനെ പറയാൻ കഴിയുന്നു? അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചതുപോലെ, അപ്പനെ അമ്മയ്ക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യണമെങ്കിൽ നിങ്ങൾ അത് ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി, അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പോലെ, ഈ ന്യായപ്രമാണമൊക്കെ അവർക്ക് അനുഷ്ഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആന്തരിക സത്യം മനസ്സിലാക്കിയിട്ടും ഇന്നതുപോലൊക്കെ അതങ്ങ് ചെയ്താൽ മതി, ഇന്നതുപോലൊക്കെ അത് പറഞ്ഞാൽ മതി, അത് ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നതിന് ഇക്വലന്റ് ആണ് എന്ന് ഈ ന്യായപ്രമാണത്തിന്റെ നീതിയെ സംബന്ധിച്ച് അവർ ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടത്തക്കവണ്ണം, അതിനാൽ യഥാർത്ഥ നീതിയെ ബൈപ്പാസ് ചെയ്യുന്ന നിലയിലുള്ള ചില കുറുക്കുവഴികളും ഉപദേശങ്ങളും ഒക്കെ അവർക്കുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു അപ്പനോടും അമ്മയോടും ഖുർബാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ചില സെറമണീസിനെ വളരെ കഠിനമാക്കുകയും മനുഷ്യര് ആചരിക്കാൻ കഴിയാത്ത നിലയിൽ ആക്കി തീർക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അന്നത്തെ സാധാരണപ്പെട്ട എന്തുകൊണ്ട് അവരുടെ കണ്ണ് തുറന്നില്ല? ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന ഇതേ കാഴ്ചപ്പാടാ ദൈവവചനത്തെ കുറിച്ച് അവർക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഞാൻ ആചരിക്കുന്നു, കർത്താവ് ഇതൊക്കെ പറയുക, നിങ്ങളിൽ പാപമുണ്ട്, പാപത്തിന് അടിമയാണ്, പാപത്തിൽ നിന്ന് വിടുതൽ വേണം, ഇതൊക്കെ ആചരിക്കുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്കത് ലെവലേശം പോലും അവരുടെ മനസാക്ഷിയുടെ ഒരു കോണിൽ പോലും തട്ടുന്നില്ല. കാരണം ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കുന്നത്, ഞങ്ങൾക്ക് വേറെ ഒന്നിന്റെ ആവശ്യമില്ല എന്ന് തോന്നിക്കുന്നതായിട്ടുള്ള ഒരനുഭവം. ഈ സ്വയനീതി ഉയരുകയും വളരുകയും ചെയ്യുന്നതും ഇതേ സാഹചര്യത്തിലാണ്. ഈ സ്വയനീതിയുള്ള ഒരു ഹൃദയത്തിലേക്ക് വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ പുതിയ കാര്യങ്ങളൊന്നും കടന്നു പോവുകയില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ സ്വയം ആ ഒരു ചതിവിൽ അവരായിരിക്കുന്നത്, ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ചതിവിൽ, സത്യത്തിൽ അവർ ചെയ്യുന്നില്ല എന്നാൽ കർത്താവിന് അത് അവന് തെളിയിക്കാൻ, അല്ലെങ്കിൽ കർത്താവിനോട് ആരെങ്കിലും വന്ന് പറയും, ഇത്ര ശ്രേഷ്ഠന്മാരായിട്ട് പരീശന്മാരായിട്ട്, ചിലർ പറയുന്ന സന്നിധി സംഘത്തിൽ പോലും ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഇത്ര ശ്രേഷ്ഠരായ വ്യക്തികൾ പോലും അവര് പാപികളാണ്, ഞങ്ങൾക്ക് ഇത് ആചരിക്കാൻ കഴിയുന്നില്ല, നമുക്ക് നമ്മുടെ പിതാക്കന്മാർക്കും വഹിക്കാൻ കഴിയാതിരുന്ന നുകം എന്നൊക്കെ പറഞ്ഞ് ഈ ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, ഒരു ചെറുപ്പക്കാരൻ വന്ന് പറയുക വളരെ റിലീജിയസ് ആണ്, വളരെ നല്ല പയ്യനാണ്, നല്ല മര്യാദ പാപിയാണ്. കാരണം ദൈവസന്നിധിയിലേക്ക് ഒരു വ്യക്തി അടുക്കുമ്പോൾ തന്നെ ദൈവം അവന് ഒന്നാമത് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്, വേർ ഹിസ് ഇറ്റേണിറ്റി വിൽ ബി, അവന്റെ നിത്യത എവിടെ ആയിരിക്കും എന്നുള്ള വിഷയത്തിലാ ദൈവം അവന് ഒരു വെളിപ്പാട് കൊടുക്കുന്നത്. എന്നാൽ ഇത്രയൊക്കെ നന്മ ചെയ്തിട്ടും ഇവൻ എന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തത്? ദൈവദാസൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മനുഷ്യരോടുള്ള ബന്ധത്തിൽ ഉള്ള 6 കാര്യങ്ങൾ അവിടെ പറയപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി കർത്താവ് അത് ആഗ്രഹിച്ചു. അവൻ ആരാണെന്ന് അവന് തന്നെ മനസ്സിലാക്കാനായിട്ട് ദൈവം ഒരു ഇട കൊടുത്തു. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. ദേവദാസൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു പ്രമാണമൊന്നുമില്ല എന്ന് വെച്ചിട്ട് പണത്തിന്റെ മീതെ ആശ വെച്ചിരിക്കുകയും ദൈവത്തെ സെക്കൻഡറി ആയിട്ട് കാണുകയും പണത്തിനെ ഏറ്റവും ഉന്നതമായി കാണുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയുകയില്ല. അത് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പം, പ്രമാണങ്ങളിൽ വായിക്കുമ്പം, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം എന്ന് നമ്മൾ വായിക്കുന്നതും, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ തേച്ച് ക്രൂശ് എടുത്ത് എന്നെ
അനുഗമിക്കട്ടെ, എന്നേക്കാൾ അധികമായി അവൻ വേറെ എന്തിനെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്ന കാര്യത്തിലും കൂടെ ഈ ഒരു കാര്യം വ്യക്തമാണ് ജീവിതത്തിൽ. കാരണം ഒരു നിത്യജീവൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം അവൻ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല എങ്കിൽ, കർത്താവ് എനിക്ക് വേണ്ടത് ഈ ലോകത്തിലെ ചപ്പും ചവറും അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല, കർത്താവെ നിത്യജീവനാണ് എനിക്ക് വേണ്ടത് എന്ന് നയം വ്യക്തമാക്കണ്ടേ? നമുക്കറിയാം വേറൊരു ഭാഗത്ത് നമ്മൾ തുടർന്ന് എനിക്ക് തോന്നുന്നു ലൂക്കോസിലാന്ന് തോന്നുന്നത് കാണുന്നത്, രണ്ട് സഹോദരന്മാർ വന്ന് വസ്തു പങ്കിട്ട് തരണമെന്ന് പറഞ്ഞ ഭാഗം ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ തന്നെ കർത്താവിനെ കണ്ട ആ കുറച്ച് സമയം അവിടെ പറയുന്ന കാര്യം എന്താ? കർത്താവിനെ കണ്ട ആ കുറച്ച് സമയം അവിടെ പറയുന്നതായിട്ടുള്ള കാര്യം മണ്ണിന് വേണ്ടിയാ പറയുന്നത്, അല്ലെങ്കിൽ അവന് കരഗതമാക്കാവായിരുന്ന നിത്യജീവന്റെ ഒരു അനുഭവത്തെ ആഗ്രഹിക്കുകയോ അഭിലഷിക്കുകയോ ചെയ്യുക അല്ല ചെയ്യുന്നത്. കർത്താവെ എനിക്കൊരാഗ്രഹമുണ്ട്, എന്റെ സഹോദരൻ എനിക്ക് തരന്റെ വീതം ഒന്നും കറക്റ്റായിട്ട് തന്നില്ല, പങ്കുവെച്ചപ്പോ അവൻ മുച്ചൂടും എടുത്തു. എന്നാൽ എന്റെ കർത്താവെ നിത്യതയെങ്കിലും എനിക്ക് വേണം, അതുകൊണ്ട് നിന്നിൽ വിശ്വസിക്കാനും നിത്യജീവൻ പ്രാപിക്കാനും ഇടയാക്കണമേ എന്നല്ല അവൻ പറയുന്നത്. അവൻ ഞങ്ങൾ തമ്മിൽ ഒരു ആർബിട്രേറ്ററാക്കി നീ നിന്ന് ഞങ്ങൾക്കത് വീതിച്ചു തരണമെന്നാ പറയുന്നത്. അപ്പൊ നിത്യജീവന്റെ നിത്യജീവന്റെ വഴി അവന്റെ ആ സമീപത്തുള്ളപ്പോഴും അവൻ ഈ ലോകത്തിന് നശിച്ചു പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാ അവൻ ആഗ്രഹിച്ചത്. ഒരു കാര്യം സത്യമാ പ്രിയപ്പെട്ടവരെ, ഈ ആത്മാർത്ഥമായിട്ടൊരു നിത്യജീവൻ പ്രാപിക്കുന്ന കാര്യങ്ങൾക്കും അതുപോലുള്ള അതാണ് എന്റെ ജീവിതത്തിലെ ലക്ഷ്യമെന്ന് തിരിച്ചറിയാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെറുതെ കയറി അത് ദൈവം കൊടുക്കൂ? അവന് അതിനൊരു പ്രയോറിറ്റി കൊടുക്കണ്ടേ? ദൈവം അവന്റെ ഹൃദയത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും അവന്റെ ജീവിതം എത്ര നശ്വരമാണെന്നും ഒക്കെ അവന് കാര്യങ്ങൾ മനസ്സിലായി തീരുമ്പോൾ, എന്റെ കർത്താവ് ഈ ലോകത്തിലുള്ളതൊന്നുമല്ല, നിത്യതയാണ് എനിക്ക് വേണ്ടത്, അതിനുവേണ്ടി എന്റെ സകലവും എനിക്ക് നഷ്ടപ്പെട്ടാലും എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ള നിലയിലല്ലേ അവൻ പോകണ്ടേ? അങ്ങനല്ലേ അവൻ ചിന്തിക്കണ്ടേ? അങ്ങനെ അല്ലാത്തവന് ദൈവത്തെ കണ്ടെത്താൻ കഴിയുമോ? ശിഷ്യത്വത്തെക്കുറിച്ചും കർത്താവിനെ വിശ്വസിക്കുന്നതിനെ കുറിച്ചും കർത്താവ് വ്യക്തമാക്കുമ്പോൾ ചിലർ പറയും ഒന്നും കർത്താവ് പറഞ്ഞിട്ടില്ല, വെറുതെ അങ്ങ് ചെല്ലാവെന്നാ പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ ഫ്രീയാ കർത്താവ്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും വില കൊടുത്ത് മേടിക്കുന്നത് കൃപയാൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. 100% കൃപയാണ്, 100% കൃപയാലുള്ള കാര്യം തന്നെയാ. എന്നാൽ ഈ കൃപയാൽ ലഭിക്കുന്ന കാര്യം നമ്മൾ ഒന്ന് വാങ്ങണ്ടേ? അത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കത്തക്കവണ്ണം നമ്മളത് ഏൽപ്പിച്ചു കൊടുക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, 2 വാക്യങ്ങൾ അടുത്തടുത്ത് പറയുന്നത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഒന്ന്, ഞാൻ അടുത്തിരിക്കുമ്പോൾ മാത്രമല്ല അകലത്തിരിക്കുമ്പോഴും നിങ്ങളുടെ രക്ഷയെ വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ്. ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയെക്കുറിച്ച് നിങ്ങൾ പ്രവർത്തിപ്പിൻ. വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിംഗ്. അടുത്ത വാക്യമാണ് ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുക. ഈ 2 വാക്യങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് നിങ്ങളിൽ പ്രവർത്തിക്കുന്നതെന്ന് എന്നെ ഡീപ്പായിട്ട് എന്നെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണെന്ന് ഞാൻ എന്റെ ആദ്യ കാല ക്രിസ്തീയ ജീവിതം മുതൽ, അന്ന് എനിക്ക് ഈസങ്ങളെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല, എന്നെ ഡീപ്പായിട്ട് കർത്താവ്, ഇറ്റ് ഈസ് യു ഹു ഡയറക്ട് മൈ തോട്ട്സ് ആൻഡ് മൈ വർക്ക്സ്. എന്റെ പ്രവൃത്തിയും എന്റെ ഇച്ഛയും നീയാ നിയന്ത്രിക്കുന്നത്, നീ എന്നെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതേസമയം തന്നെ അവിടെ പറഞ്ഞേക്കുക, ഈ കൃപയാൽ ലഭിച്ചിരിക്കുന്ന ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ കൃപയോട് ആഡ് ചെയ്യാനായിട്ട് എന്റെ ഒരു പ്രവർത്തിക്കും കഴിയത്തില്ല. എന്നാൽ ഈ കൃപയാൽ ലഭിച്ചിരിക്കുന്ന കാര്യം നഷ്ടപ്പെടാതിരിക്കാൻ തക്കവണ്ണം വളരെ ഡിലിജൻസ് വേണം എന്നുള്ളതും എബ്രായ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ പല പ്രാവശ്യം എബ്രായ ലേഖനത്തിൽ ഒരിടത്തല്ല പലയിടത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവവചനം എന്താ പറയുന്നത്? ദൈവം നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. ഇതൊക്കെ കൃപയാലാണ് എന്ന് വെച്ചിട്ട് പുറകോട്ട് ചാരിയിരിക്കണം എന്നല്ല പറയുന്നത്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി എന്ന ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. വീണ്ടും ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായി എന്ന ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. നമ്മുടെ ഭാഗമായിട്ട് ഈ കൃപയാൽ ലഭിക്കുന്ന, സൗജന്യമായി ലഭിക്കുന്ന, ഒരു മനുഷ്യനും ചെയ്യാനും വിഭാവനം ചെയ്യാൻ പോലും കഴിയാത്ത കാര്യങ്ങളെ കർത്താവ് കൃപയാൽ മാത്രം നൽകുമ്പോൾ, പൂർണ്ണ സൗജന്യമായി നൽകുമ്പോൾ, അത് പ്രാപിക്കാനുള്ള ആ ഡിലിജൻസും വിധേയത്വവും വിശ്വാസവും കാണിക്കേണ്ടത്, ഒബീഡിയൻസ് കാണിക്കേണ്ടത് നമ്മൾ. നമുക്കറിയാവുന്ന ഒരു പാട്ട്, ട്രസ്റ്റ് ആൻഡ് ഒബേ, ദർ ഈസ് നോ അതർ വേ ടു ബി ഹാപ്പി ഇൻ ജീസസ് ബട്ട് ടു ട്രസ്റ്റ് ആൻഡ് ഒബേ. എന്നെ വളരെ ചിന്തിപ്പിച്ച അല്ലെങ്കിൽ പാടിയിട്ടുള്ള ഒരു ഗാനമാണ്. ട്രസ്റ്റ് ആൻഡ് ഒബേ, for there is no other way to be happy in Jesus but to trust. When we trust in God, that obedience comes. അനുസരണം വരും. 2, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ അബ്രഹാമിനോടുള്ള ബന്ധത്തിലും ഒക്കെ ദൈവവചനത്തെ നമ്മൾ വായിക്കുമ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പല സമയത്തും
നമ്മൾ ദൈവത്തെക്കാൾ അധികം വേറൊന്നിനെയും നമ്മൾ സ്നേഹിക്കുന്നില്ല എന്ന് വെളിപ്പെടുത്താനുള്ള ചില പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ ഒരുപക്ഷെ അതൊക്കെ കടന്നുപോയവരായിരിക്കും. ഒരു കാലത്ത് ഒരു ഒരു ഒറ്റമുണ്ട് മാത്രം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അനുഭവം വരെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്നുമില്ലായ്മയുടെ മുന്നിലും എല്ലാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സകലവും ലാഭം എന്നുള്ളതിനെ ഛേദമെന്ന് എണ്ണിയിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. അതിന്റെ നിമിത്തമുള്ള കഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അനുഭവിച്ചെന്ന് വെച്ച് ഒരിക്കൽ അങ്ങനെ തീരുമാനം എടുത്തെന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങനെയാണെന്നുള്ള അർത്ഥത്തിലല്ല. എന്റെ ആറ്റിറ്റ്യൂഡ് പിന്നെയും പിന്നെയും മാറാം, എന്റെ അവസരങ്ങൾ മാറാം. എനിക്ക് തോന്നുന്നു ഇയ്യോബിന്റെ ജീവിതം വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയ്യോബ് വളരെ ദൈവവുമായിട്ടുള്ള ഹൃദ്യമായ ഒരു ബന്ധത്തിൽ തുടങ്ങിയ വ്യക്തി തന്നെയാണ്. എന്നാൽ കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അതൊരു നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ട് മാറി. ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ള നിലവാരത്തിലേക്ക് കാര്യങ്ങൾ പോയോ എന്ന് സംശയിക്കത്തക്ക ചില സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. അവിടെയും ദൈവത്തോടുള്ള അലിജൻസ്, ദൈവത്തോടുള്ള ആ ഭക്തിയും, കർത്താവ് ഇപ്പോഴും, ഞാൻ ഒന്നുമില്ലാത്തപ്പോഴും നീ എന്റെ ദൈവമായിരുന്നു, ഞാൻ ദേശാന്തരിയായി നടന്നപ്പോഴും നീ എന്റെ ദൈവമായിരുന്നു, എന്നാൽ അങ്ങനെയല്ല, നീ എനിക്ക് പലതും നൽകി, ഭൗമികമായിട്ടുള്ള പല നന്മകളും നൽകി, മക്കളെ നൽകി, പല നന്മകളും നൽകിയപ്പോഴും ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാലത്ത് യാഗപീഠം പണിത് എന്നെ തന്നെ അതിൽ സമർപ്പിച്ചതാണെങ്കിൽ പിന്നെയും പിന്നെയും ഓരോ യാഗപീഠം പണിത് എനിക്കുള്ളതും ഒക്കെ നിന്റേതാണെന്ന് പ്രഖ്യാപിക്കാനായിട്ട് കർത്താവെ ഞാൻ നിന്നെക്കുറിച്ച് നിന്റെ സന്നിധിയിൽ ആഗ്രഹിക്കുന്നു. നീ എന്നെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നു. ചില ഇടയ്ക്കിടയ്ക്ക് നമുക്കറിയാമല്ലോ, നമ്മൾ ഇപ്പം അമേരിക്കയിലൊക്കെ ഉള്ളവർ പറയുന്ന എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഭാര്യയോട് ഐ ലവ് യു എന്നൊക്കെ പറയണമെന്ന്. നമ്മളാരും ഇങ്ങനെ പറയാവുന്ന കൂട്ടത്തിലല്ല. കൊണ്ട് സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. അങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നുന്നത് ദൈവസന്നിധിയിലും അങ്ങനെ പറയണമെന്ന് ഞാൻ പറയല്ല. ദൈവം നമുക്ക് അത് പ്രഖ്യാപിക്കാനുള്ള ചില അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരും. ഈ ചെറുപ്പക്കാരുടെ ജീവിതത്തിലും അതുപോലെ തന്നെ ഒരുപക്ഷെ ദൈവത്തെ അറിഞ്ഞിട്ടുള്ള വ്യക്തികളുടെ ജീവിതം. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അവൻ വളരെ സമ്പത്തുള്ളവനായിരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. എന്നാൽ എന്റെ കർത്താവെ, നിന്നെ പ്രതി വേണമെങ്കിൽ ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, അതൊക്കെ ഞാൻ കൊടുത്തിട്ട് നിന്റെ പിന്നാലെ വരാം. അതൊരു തീരുമാനമാണ് പ്രിയപ്പെട്ടവർ. ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ചെയ്യാതിരിക്കാൻ വേണ്ടി തീരുമാനിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. എന്നാൽ ദൈവമാണ് നമ്മുടെ ജീവിതത്തിലെ സർവ്വവും, ക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിലെ സർവ്വവും. അവനല്ലാതെ അവന് മീതെയായിട്ട് നമുക്ക് വേറൊരു സ്നേഹവുമില്ല, വേറൊരു അഫിനിറ്റിയുമില്ല, വേറൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ പ്രഖ്യാപിച്ച് കാണാൻ, അല്ലെങ്കിൽ അത് ആ നയം വ്യക്തമാക്കാനായിട്ട് ദൈവം പല സാഹചര്യങ്ങളിലും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ പണ്ട് ഉള്ളായിരുന്ന പോലത്തെ ചില സാഹചര്യങ്ങൾ, പത്രോസ് മീൻ പിടിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല, പിന്നെ 3.5 വർഷം കഴിഞ്ഞ് അതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്ന പോലെ, നമുക്ക് ദൈവത്തോടുള്ള ഭക്തിയും അവനോടുള്ള ആ സ്നേഹവും പ്രകടിപ്പിക്കാനായിട്ടുള്ള അവസരങ്ങൾ ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അത് നമ്മളെ നശിപ്പിക്കാനല്ല, നമ്മളെയും നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാ. കർത്താവെ, പണ്ട് നിന്റെ മുന്നിൽ നിന്നതുപോലെ ഇതാ ഇപ്പോഴും ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുക, നീ അല്ലാതെ എനിക്ക് വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുക. എന്റെ ഈ സമ്പത്ത് ഒന്നുമല്ല. അവിടെ എനിക്ക് പ്രത്യേകിച്ച് അവ വചനത്തിങ്കൽ വിഷാദിച്ചു പോയി കളഞ്ഞു എന്നാ വായിക്കുന്നത്. നിനക്കുള്ള ദരിദ്രന്മാർക്ക് കൊടുക്കാം. ആ ആ ഇത് വചനത്തിൽ വിഷാദിച്ചു. എനിക്ക് ദൈവം ചില സമയങ്ങളിൽ നമ്മളെ ദൈവവും നമ്മളുമായിട്ട് മാത്രം ഒറ്റയ്ക്കാക്കും. യാക്കോബിന്റെ ഇത് വായിക്കുന്ന എല്ലാവൻ യാബോക്ക് കടത്തി, അവസാനം യാക്കോബ് അവിടെ നദിക്കരയിൽ ഒറ്റയ്ക്കായപ്പോൾ ദൈവദൂതൻ അവനോട് വന്ന് മല്ലുപിടിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കൽ ഒറ്റയ്ക്കായിരുന്ന പോലെ നമ്മൾ പല സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്കാകുന്ന സമയങ്ങളിൽ നമ്മളോട് അടുത്ത് കടന്നു വരികയും നമ്മളോട് ഹൃദ്യമായി സംസാരിക്കാനും വിശ്വാസത്തിന്റെയും ആശ്രയത്തിന്റെയും പുതിയ പാഠങ്ങൾ പഠിപ്പിക്കാനുമായിട്ട് ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കും. നോക്കിയാട്ടെ, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. വളരെ സമ്പത്തുള്ളവനാകൊണ്ട് വചനത്തിങ്കൽ വിഷാദിച്ച് പൊയ്ക്കളഞ്ഞു എന്ന് നമുക്കാണ്. ആ ഒരു പോക്കാണ് തുടർന്നുള്ള നാളെ നമ്മൾ വായിക്കാൻ പോകുന്ന വെളിപ്പെടുത്തലുകൾക്കൊക്കെ കാരണമായിട്ട് തീരാനായിട്ട്. അപ്പോൾ നമുക്കറിയാം, എല്ലാം തികഞ്ഞു എന്നുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും കർത്താവിനെ അനുഗമിക്കാൻ കഴിയത്തില്ല. ഒരു സീക്കർ ആണെങ്കിൽ അവൻ ആദ്യം മനസ്സിലാക്കേണ്ടത് അവന്റെ ഒന്നുമില്ലായ്മയും അവന്റെ പാപാവസ്ഥയും അവൻ മനസ്സിലാക്കേണ്ടത്. ദൈവത്തെ അന്വേഷിക്കുന്നവനാണെങ്കിൽ അവൻ എല്ലാം തികഞ്ഞു, കർത്താവെ ഞാൻ എല്ലാം നീ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് കാലം നീട്ടി ഇരിക്കുകയാണെന്ന് പറയുന്ന ഒരു അനുഭവത്തിലല്ല, മറിച്ച് എന്റെ കർത്താവെ നിന്നോട് അടുക്കും തോറും ഒരു മനസ്സിലാകുന്നു എന്റെ ഭക്തിയും പാരവശ്യങ്ങളും എന്റെ മറ്റു പല ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്ന കാര്യങ്ങളൊന്നും നിത്യത അവകാശമാക്കുവാൻ, സ്വർഗരാജ്യം അവകാശമാക്കുവാൻ യോഗ്യമല്ല, ഞാൻ നഷ്ടപ്പെട്ട ഒരു പാപിയാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് ഒരു വ്യക്തി വരേണ്ടത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ദൈവം നടത്താൻ ആഗ്രഹിക്കുന്നത് അതുപോലുള്ള ഒരു റിയലൈസേഷനിലേക്കാണ് എന്ന് ഞാൻ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കും. നോക്കിയാട്ടെ, അതാ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഞാൻ വാക്കൊന്ന് വിരമിക്കട്ടെ. തുടർന്നുള്ള സമയം